ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന്. അപ്പൊ എന്തെങ്കിലും ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, റൺ ചെയ്ത് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോണോമോസ് ഓഫ് കെവ്ലർ. എല്ലാരും ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കട്ടോ. എല്ലാരും ആൻസർ പറയാൻ ശ്രമിക്കുക. ഓപ്ഷൻ ഡി. ഡി എന്ന് തന്നെയല്ലേ പറഞ്ഞ? ഡി ആരും പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഒന്ന് രണ്ട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്, അറിയാലോ. ടെറഫ്താലിയോൾ ഡൈക്ലോറൈഡ്, ഈ സാധനവും വരാം. ടെറഫ്താലിയോൾ ക്ലോറൈഡ്, ഡൈക്ലോറൈഡ് ആണ്, രണ്ടെണ്ണം വരും. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ കെവ്ലാർ എന്ന് പറയുന്നത് അരോമാറ്റിക് പോളിയമൈഡ് ആണ് കേട്ടോ. ഓക്കെ, പോളിയമൈഡ്സ് ആരൊക്കെയാ നമ്മൾ പറഞ്ഞിട്ടുള്ള പോളിയമൈഡ്സ്? പോളിയമൈഡ്സ് ആരൊക്കെയാ? ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ക്ലാസ്സിൽ. ഹലോ, നൈലോൺ റെസ്പോണ്ട് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, ടൈം ഒരുപാട് പോകും. നൈലോൺസ് ആണ് കേട്ടോ. നൈലോൺസിനാണ് പോളിയമൈഡ്സ് എന്ന് പറയുന്നത്. അമൈഡ് എന്ന് പറയുമ്പോൾ CO-NH2 ഗ്രൂപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ CONH ഗ്രൂപ്പിനാണ് നമ്മൾ അമൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വരുന്ന പോളിമേഴ്സ് ആണ് പോളിയമൈഡ്സ് എന്ന് പറയുന്നത്. നൈലോണിൽ വരും. അതുപോലെ തന്നെ അതിന്റെ തന്നെ നൈലോൺ എന്ന് പറയുമ്പോൾ ലീനിയർ ആണ്. അരോമാറ്റിക് ഗ്രൂപ്പ്സ് വരുമ്പോൾ അതിനെ പറയുന്നതാണ് അരോമാറ്റിക് പോളിയമൈഡ്സ്. ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കെവ്ലാർ. ഓക്കെ, മോണോമേഴ്സ് ഓഫ് നോമെക്സ്. നോമെക്സ് എന്താ? അറിയോ നോമെക്സ് എന്താ? കെവ്ലാറിന്റെ ഒരു ഐസോമർ ആയിട്ട് വരും. അതായത് അരോമാറ്റിക് പോളിയമൈഡ് തന്നെയാണ് അത്. അതൊരു അരോമാറ്റിക് പോളിയമൈഡ് ആണ്. ഇതിലേതാ ആൻസർ? മോണോമേഴ്സ് ഏതൊക്കെയാ? അറിയോ ആർക്കെങ്കിലും? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ, ഓപ്ഷൻ ബി ആണ് കേട്ടോ. മെറ്റാഫിലിൻ ഡയാമിൻ ഐസോതാലിയോൾ ക്ലോറൈഡ്. സ്ട്രക്ചർ കൊടുത്തിട്ടില്ല. ഐ മീൻ മറ്റടുത്ത് പാര വരുന്നതിനവരുടെ മെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. സെയിം തന്നെയാണ്. ഓക്കെ, ഈ ഹെക്സാമെത്തിലിൻ ഡയാമിൻ അഡിപ്പിക് ആസിഡും എന്തിന്റെ മോണോമർ എന്നറിയോ? മോണോമേഴ്സ് ആണ് ഹെക്സാമെത്തിലിൻ ഡയാമിൻ അഡിപ്പിക് ആസിഡ്. ടെഫ്ലോണിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? ഇത്രയല്ലേ ഉള്ളൂ. അത് ആക്ച്വലി പോളിയെത്തിലീൻ എടുത്ത് ഫ്ലൂറിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. ഹെക്സാമെത്തിലിൻ ഡയാമിനിന്റെ അഡിപ്പിക് ആസിഡ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഓക്കെ, നൈലോൺ 66 ആണ് കേട്ടോ. നൈലോൺ 66. ഓക്കെ, വേറെ ഒന്നുമില്ല പറയണ്ടല്ലോ. നോമെക്സ് എന്ന് പറയുന്നത് ലൈക്ക് കെവ്ലാർ തന്നെയാണ്. ഇറ്റ്സ് എൻ അരോമാറ്റിക് ഫൈബർ ബിക്കോസ് ഇറ്റ് സ്ട്രക്ചർ ഡിഫർ സ്ലൈറ്റ്ലി. മോണോമേഴ്സ് എന്ന് പറയുന്നത് മെറ്റാഫിലിൻ ഡയാമിൻ ഐസോതാലിയോൾ ക്ലോറൈഡും ആണ്. ഓൾമോസ്റ്റ് കെവ്ലാറിന്റെ അത്ര ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് കെവ്ലാറിന്റെ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരാളാണ്. കെവ്ലാറിന് പാരാസ്ട്രക്ചർ വരുന്നതുകൊണ്ട് കുറച്ച് ക്രിസ്റ്റലൈനിറ്റി കൂടുതലായിരിക്കും, ഓർഡർലി അറേഞ്ച്ഡ് ഒക്കെ ആയിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡെവലപ്പിംഗ് എ ചേംബർ ഇൻ TLC? തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയിൽ എന്തിനാണ് ചേംബർ ഡെവലപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും ബാക്കിയുള്ള ഓപ്ഷൻസ് റൂൾ ഔട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ആ ചേംബർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഓഫ് ദ മിക്സ്ചർ. ഓക്കെ, തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എളുപ്പമുള്ളതല്ലേ. ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചേംബർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ചേംബറിൽ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് സോൾവെന്റ് വേപ്പർ ടു എൻഷുർ ഈവൻ ആൻഡ് എഫിഷ്യന്റ് മൂവ്മെന്റ് ഓഫ് ദ മൊബൈൽ ഫേസ്.
നമ്മൾ ഏത് സോൾവെന്റ് ആണോ എടുക്കുന്നത് ആ സോൾവെന്റിന്റെ വേപ്പർ വെച്ചിട്ട് തന്നെ ചേമ്പർ ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെക്കും. അപ്പൊ കംപ്ലീറ്റ് ആ ഒരു സോൾവെന്റിന്റെ ഒരു ഇത് കിട്ടും. അപ്പൊ മൂവ്മെന്റ് ഒക്കെ ഈസിലി വേറെ ഒന്നും പറ്റത്തില്ല. വേറെ എന്താ പറയാ പുറത്തുനിന്ന് ഓക്സിജൻ അല്ലെങ്കിൽ എയറോ ആയിട്ടൊന്നും റിയാക്ഷൻസും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ചേമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. Which of the following is a p-type dopant for polyaniline? Option D. Okay, p-type dopant. And that question ആണ് iodine. Doping in polyaniline involves in the addition of substances or either iodine എന്ന് okay. ഇനി p-type dopants എന്ന് പറയുമ്പോൾ they are also called as oxidative dopants. Oxidation എന്ന് വെച്ചാൽ എന്താണ് പ്രോസസ്? Removal of electron. റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ അഡിഷൻ ഓഫ് ഓക്സിജൻ എന്ന രീതിയിലും പറയും. പക്ഷെ ഇവിടെ നമുക്ക് ഇലക്ട്രോൺസ് ആണ്, ഒന്നുകിൽ ഇലക്ട്രോൺസ് കൊടുക്കുക അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അവിടെ നിന്ന് എടുക്കും. അതാണ് കോമൺ ആയിട്ട് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നത് അയഡിൻ ഉണ്ട്. അതുപോലെ തന്നെ ആസിഡ്സ് എല്ലാം ഈ പറഞ്ഞതുപോലെ എന്ത് നമുക്ക് യൂസ്, എല്ലാ ആസിഡ്സും അല്ല, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന HCl, H2SO4, പെർക്ലോറിക് ആസിഡ്, അതുപോലെ തന്നെ മെറ്റാലിക് ഫെറിക് ക്ലോറൈഡ് ഒക്കെ നമുക്ക് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ കോമൺ ആയിട്ടുള്ള ആ എക്സാമ്പിൾസ് കൂടെ നോട്ട് ചെയ്തോളാം. TS എന്ന് പറയുന്നത് ടോളുവിൻ സൾഫോണിക് ആസിഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ എൻ ടൈപ്പ് ഡോപ്പൻസ് ഉണ്ട്, അവരെ നമ്മൾ റിഡക്റ്റീവ് ഡോപ്പൻസ് എന്ന് പറയും. നെറ്റ് ഇലക്ട്രോൺസ് ഇവിടെ നമ്മൾ എൻ ടൈപ്പിൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് കൊടുക്കും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈഡ്രസീൻ ഉണ്ട്, പിന്നെ സോഡിയം, പൊട്ടാസ്യം, അതായത് ആൽക്കലി മെറ്റൽസ്, ലിഥിയം എല്ലാം അതിനകത്ത് വരുന്നത്. ഓക്കെ, റെഡ്യൂസിങ് ഏജൻസ് ജനറലി യൂസ് ചെയ്യും. NaBH4 എന്ന് പറയുന്നത് LaLH4ഉം ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, ഇവരൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ആണ്. അപ്പൊ ഇവരെയും നമുക്ക് എൻ ടൈപ്പ് ഡോപ്പൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഡൗട്ടില്ലല്ലോ? ഓക്കെ. Now, which oxidation state of polyaniline is the most conductive one? Option C. ഓപ്ഷൻ സി. പോളിയാനിലിൻ നോക്കിയായിരുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത ക്വസ്റ്റ്യൻ സെഷൻ അല്ലേ? ഏതാണിത് പോളിയാനിലിന്റെ കണ്ടക്റ്റീവ് ഫോം? ഓപ്ഷൻ സി. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഓപ്ഷൻ സി എമറാൾഡൈൻ സാൾട്ട് ആണ്. ഇറ്റ് ഈസ് പ്രോട്ടോണേറ്റഡ് വിത്ത് ഒരു ആസിഡ് വെച്ച് പ്രോട്ടോണേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ് എമറാൾഡൈൻ സോൾട്ട് എന്ന് പറയുന്നതാണ് പോളിയാനിലിന്റെ മോസ്റ്റ് കണ്ടക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, low thermal expansion of borosilicate glass is primarily due to the presence of boron trioxide. Option D, boron trioxide. ഓക്കെ, എക്സ്പ്ലനേഷൻ ആണ്. ബോറോൺ ട്രയോക്സൈഡ് വരുന്ന സമയത്ത് അവിടെ BO ബോൺസ് ഉണ്ടാവും. എന്താ പറയാ, ദ പ്രസൻസ് ഓഫ് ബോറൈറ്റ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ ഒന്നുമില്ല BO3 അല്ലെങ്കിൽ BO4 helps in distributing the stress more evenly when the glass is heated, preventing the cracks. ആ ഒരു ബോൺസ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് തെർമൽ എക്സ്പാൻഷൻ ഹെൽപ്പ് ചെയ്യുന്നത്, ലോ തെർമൽ എക്സ്പാൻഷൻ ആയിട്ട്. ഓക്കെ, ഗ്ലാസ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. During the manufacturing of borosilicate glass, what is the primary reason for using high temperature melting process? ബോറോസിലിക്കേറ്റ് ഗ്ലാസിന്റെ എന്തൊക്കെയാണ് കണ്ടൻസ്? Alumina, silica, അലുമിന, സിലിക്ക, പിന്നെ boric acid. ഓക്കെ, ഇത് പറഞ്ഞു എന്തുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചർ? Option A ആണ്. To reduce the viscosity of silicon and allow uniform mixing of components. And സിലിക്കയുടെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ, സിലിക്കയുടെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്. അപ്പൊ വെരി ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ അഡിറ്റീവ്സ് എല്ലാം ബോറോൺ ട്രയോക്സൈഡും ബാക്കി സാധനങ്ങളെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ ടെമ്പറേച്ചറിൽ വിസ്കോസിറ്റി കുറയ്ക്കണം.
വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ തിക്കായിട്ട് പോകും. ഓക്കെ. ഗ്ലാസ് ആക്ച്വലി എന്ത് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റീരിയൽ എന്നറിയോ? ഗ്ലാസ് എന്ന് അമോർഫസ്. ഓക്കെ. ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ് ഗ്ലാസിന്റെ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസില് ഫോൾസ് ലിക്വിഡ്. ഫോൾസ് ലിക്വിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്നത് കേട്ടോ. സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഫോൾസ്. നമുക്ക് ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഉണ്ട്. പഴയ വീടിന്റെ വിൻഡോസിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ബോട്ടം തിക്കനായിട്ടിരിക്കുന്ന കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഫ്ലോസ്, ലിക്വിഡ് പോലെ ഫ്ലോ ചെയ്യുന്ന ഒരു സാധനമാണ്. ലിക്വിഡ് അല്ല, ഫ്ലൂയിഡ് പോലെ. ഓക്കെ. Now what is the function of alkali metal oxides in borosilicate glass? എന്തിനാണ് ആൽക്കലി മെറ്റൽ ഓക്സൈഡ്സ് യൂസ് ചെയ്യുന്നത്? ഏതൊക്കെയാണ് ആൽക്കലി മെറ്റൽ ഓക്സൈഡ് യൂസ് ചെയ്യണമെന്ന് അറിയാം? അലുമിനിയം. അലുമിനിയം എന്ന് പറയുമ്പോൾ Al2O3 അല്ലേ? അലുമിനിയം ആൽക്കലി മെറ്റൽ അല്ലല്ലോ. അല്ല, Na2O-യും K2O-യും ആണ്. പൊട്ടാസ്യം ഓക്സൈഡും സോഡിയം ഓക്സൈഡും ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി, ലോവറിംഗ് ദ മെൽറ്റിംഗ് പോയിന്റ്. ലോവറിംഗ് ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ. ഓക്കെ. അലുമിനിയം എന്തിനാ യൂസ് ചെയ്യണേ? ഈ Al2O3 എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനാ? എല്ലാരും റെസ്പോണ്ട് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാർ അറിഞ്ഞൂടാത്തോണ്ടാണോ? അലുമിനിയം എന്തിനാ യൂസ് ചെയ്യുന്ന ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിൽ? മെക്കാനിക്കൽ സ്ട്രെങ്ത് കിട്ടാനും പിന്നെ കെമിക്കൽ സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അലുമിനിയം യൂസ് ചെയ്യുന്നത്. ആൽക്കലി മെറ്റൽ ഓക്സൈഡ്സ് എന്തിനാണ്? മെൽറ്റിംഗ് പോയിന്റ് ലോവർ ചെയ്യും. മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും വർക്കബിലിറ്റി കുറച്ചുകൂടെ ഈസി ആക്കാനും വേണ്ടിയിട്ടാണ് യൂസ് സോഡിയം ഓക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഓക്സൈഡ് യൂസ് ചെയ്യും. ഓക്കെ. Which additive is commonly used to increase the refractive index of glass for optical application? Refractive index വേണ്ടി ഏതാ യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ആപ്ലിക്കേഷൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂട്ടാൻ വേണ്ടിട്ട് ലെഡ് ഓക്സൈഡ് ആണ് കേട്ടോ. ലെഡ് ഓക്സൈഡ് എൻഹാൻസ് ദ ഡിസ്പെർഷൻ ആൻഡ് ബ്രില്യൻസ്. ക്ലാരിറ്റി കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. ഡിസ്പെർഷൻ lead oxide. Which of the following ingredient in Portland cement regulates the setting time of cement? Gypsum. Gypsumത്തിന്റെ chemical formula എന്താ? CaSO4 2H2O. Okay. CaSO4 2H2O. നിങ്ങൾക്ക് ഈ ബാക്കി ക്വസ്റ്റ്യൻ അറിഞ്ഞൂടാത്തോണ്ടാണ് നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യാത്തത്. ബാക്കിയുള്ളവര് അറിയില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ടോപ്പിക് നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അറിയാന്നുള്ളത് മാത്രം പറയുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയാതെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. ഓക്കെ. ജിപ്സം ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമെന്റിന്റെ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ. സിമെന്റിൽ അലൂമിനിയം അല്ല ക്യുക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് സിമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നേ. സിമെന്റില് അലൂമിനിയം ഇല്ലേ? അലൂമിനിയം അല്ലേ ക്യുക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് സിമെന്റ് കൊടുക്കുന്നത്? അലൂമിനിയം അല്ലേ? ഈ ജിപ്സം എന്ന് പറയുന്നത് പ്രൊലോങ്സ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം അല്ലേ? സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിപ്സം യൂസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് സെറ്റ് ആയി പോകും. സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ സിമെന്റ് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ C3A എന്ന് പറയുന്ന സാധനം ഉണ്ടാവും, ട്രൈ കാൽഷ്യം അലുമിനേറ്റ് എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് സിമെന്റ് സെറ്റ് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന്. അപ്പൊ ഇത് റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ സ്ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിപ്സം യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇനഫ് ടൈം ഫോർ പ്രോപ്പർ മിക്സിംഗ്, പ്ലേസിംഗ് ആൻഡ് ഫിനിഷിംഗ്. ഓക്കെ. ജിപ്സം സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇതും നോട്ട് ചെയ്ത് വെച്ചോളൂ. C3 എന്ന് പറഞ്ഞാൽ ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ആണ്. ഇതാണ് പെട്ടെന്ന് റാപ്പിഡ് സെറ്റിംഗ് കൊടുക്കുന്ന അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ആണ്. ഓക്കെ. Which compound in Portland cement is responsible for early strength development? C3. Option C. Tricalcium silicate. Tricalcium. സിലിക്കേറ്റ് ആണ് കേട്ടോ, അലുമിനേറ്റ് അല്ല. അലുമിനേറ്റ് ആരെങ്കിലും സി പറഞ്ഞായിരുന്നു ഓപ്ഷൻ? ഞാൻ C പറഞ്ഞായിരുന്നു. ഓക്കെ. അലുമിനേറ്റ് അല്ല. അലുമിനേറ്റ് ഇവിടെ പറഞ്ഞതുപോലെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, പെട്ടെന്ന് സെറ്റ് ആക്കുന്ന. ചില ആപ്ലിക്കേഷൻസിൽ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് വരും. അപ്പൊ അവിടെ നമ്മൾ ജിപ്സത്തിന്റെ അളവ് കുറയ്ക്കുക, ജിപ്സ് യൂസ് ചെയ്യില്ല. അവിടെ C3 വന്നിട്ട് പെട്ടെന്ന് സെറ്റ് ആയിക്കോളും. എയർലി സ്ട്രെങ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിലിക്കേറ്റ് ആണ്, C3S ആണ് കേട്ടോ, ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ C2S ഉണ്ട്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഇതാണ് കോൺട്രിബ്യൂട്ടിംഗ് ലോങ് ടേം സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് C2S ആണ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഓക്കെ. സർ, ഈ സിമെന്റിൽ അലുമിനിയുടെയും ജിപ്സത്തിന്റെ അലുമിനിയം ഇതുപോലെ C3യെ റിട്ടാർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നങ്ങാണ്ട് പറഞ്ഞ് പഠിച്ചപ്പോൾ അപ്പൊ അത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ അലുമിനിയം ജിപ്സവും തമ്മിൽ. ജിപ്സാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. അലുമിന യൂസ് ചെയ്യുന്നത് അലുമിന അല്ലല്ലോ, അല്ല. ടൈം കൺട്രോൾ ചെയ്യാൻ ജിപ്സം ആണ്. നിങ്ങൾക്ക് സിമെന്റ് എടുത്തതാരാ? ആ സ്ലൈഡ്സ് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. ഓക്കെ. ജിപ്സം ആണ് ടൈം കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, അത് ഉറപ്പാണ്. ജിപ്സത്തിന്റെ എത്ര പെർസെന്റേജ് ആണെന്നറിയോ ജിപ്സ് ആഡ് ചെയ്യുന്നത്? 4%. 3 to 4%. അത് ഇമ്പരറ്റീവ് ആണ്. ഏകദേശം പഠിക്കുക, 3 to 5% സംതിങ് അതിന്റെ അകത്താണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. Okay. Now, TGA can be used for Studying the phase transition of Option D. Option D. Option D. phase transition പഠിക്കുന്നത് എവിടെയാണ്? Option D. അത് ആയിരിക്കും. DTA ആണ്. DTAയിലാണ് phase transition പഠിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, അനലൈസിംഗ് തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് പോളിമേഴ്സ്. ഓക്കെ. TGA എങ്ങനെയാ TGA ചെയ്യുന്നത്? അറിയാം പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? മാസ് ചേഞ്ച് വെച്ചിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ മെഷർ ചെയ്യും. സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഒരു ഹൈ ടെമ്പറേച്ചർ കൊടുക്കും. അവിടെ നിന്ന് ടെമ്പറേച്ചർ കൂട്ടി പോകും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? മാസിൽ റിഡക്ഷൻ ഉണ്ടാവും. ആ റിഡക്ഷന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അതിന്റെ തെർമൽ സ്റ്റെബിലിറ്റി, ഏത് ടെമ്പറേച്ചറിലാണ് അത് ഡീഗ്രേഡ് ആയി പോകുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ. ഈ റെസിജ്വൽ കണ്ടന്റ് എന്തുകൊണ്ടായിരിക്കും വരുന്നത്? പില്ലേഴ്സ് അല്ലെങ്കിൽ ആഷ് പറയുമ്പോൾ റെസിജ്വൽ കണ്ടന്റ് എന്തുകൊണ്ടാണ് വരുന്നത്? ഇൻഓർഗാനിക് മെറ്റീരിയൽസ് എന്തോ എന്താ പറഞ്ഞ കേട്ടില്ല. ഓക്കെ. ഇൻഓർഗാനിക് മെറ്റീരിയൽസും ബാക്കി കാര്യങ്ങളുമാണ് വാപ്പറേറ്റൊന്നും ചെയ്ത് പോകാറുണ്ട്, നമുക്ക് റെസിജ്യൂ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. DTA ചോദിച്ചോ. സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല TGA? സ്പെസിഫിക് ഹീറ്റോ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയോ? TGA സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇല്ലല്ലോ. DSC അല്ലേ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ഹീറ്റിന്? മാസ് ചേഞ്ച് വെച്ചിട്ടും ഇല്ല. സ്പെസിഫിക് ഹീറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് DSC വെച്ചിട്ടാണ്. DTA എന്തിനാ യൂസ് ചെയ്യുന്നത്? Phase transitions. Option B. Determine the phase transition like melting, crystallization. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എങ്ങനെ മെഷർ ചെയ്യണേ ഒരു മെറ്റീരിയലിന്? കറന്റ് കൊടുത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും.
എത്ര കണ്ടക്ട് ചെയ്യുമെന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ മൾട്ടിമീറ്റർ. ആ അൾട്ടിമേറ്റ് നമ്മള് പ്ലസ് ടു നിങ്ങൾ ചെയ്തിട്ടില്ലേ കണ്ടക്ടിവിറ്റി, കോപ്പർ വയറിന്റെ കണ്ടക്ടിവിറ്റി ഒക്കെ കണ്ടുപിടിക്കുന്നത്? അറിയില്ലേ? മീറ്റർ ബ്രിഡ്ജ് ഒക്കെ അറിയോ? മീറ്റർ ബ്രിഡ്ജ് വെച്ച് നമുക്ക് എന്താ, ഐ മീൻ എന്താണ് കണ്ടുപിടിക്കുക? റെസിസ്റ്റിവിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അങ്ങനെ മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ പോളിമറിന്റെ? അറിയോ? അത് ഒന്ന് പഠിച്ചു. എന്താണ്? കേട്ടില്ല. ഓപ്ഷൻ ബി. അല്ലല്ല, ഇതിന്റെ ആൻസർ അല്ല. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി. ഞാൻ അതല്ല ചോദിച്ചത്. ഈ പോളിമേഴ്സിന്റെ മോളിക്കുലർ വെയിറ്റ് എങ്ങനെ അനലൈസ് ചെയ്യുന്നത്? നമുക്ക് ഡി ടി വെച്ചിട്ട് മെൽറ്റിംഗ് ട്രാൻസിഷൻസ് ആ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. വെയിറ്റ് ലോസ് മെറ്റീരിയലിന്റെ കണ്ടുപിടിക്കാൻ ടി ജി യൂസ് ചെയ്യാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് മൾട്ടിമീറ്റർ അങ്ങനെ എന്താ യൂസ് ചെയ്യാം. ഈ പോളിമേഴ്സിന്റെ മോളിക്കുലർ വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മോളിക്കുലർ വെയിറ്റ് എങ്ങനെ? ഇപ്പം നമുക്ക് H2 എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ എടുത്ത് നമുക്ക് ഹൈഡ്രജന്റെ 1, ഇപ്പൊ 1 × 2 + 1 × 2 + 16 × 1, 2 + 16 = 18. പക്ഷെ ഞാനൊരു എത്തിലീൻ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ആ ഒരു ഒരു മോളിക്യൂള് എത്തിലീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് എത്ര നമ്പർ ഉണ്ടെന്നൊന്നും നമുക്ക് എന്താ പറയില്ല, അല്ലാതെ കൗണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ ഒരു പോളിമർ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ ചെയിന്റെ അകത്ത് എത്ര നമ്പർ ഉണ്ട്, അതിന്റെ ടോട്ടൽ വെയിറ്റ് എത്ര എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? നമുക്ക് നോർമലി ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണെന്നറിയോ? അറിയില്ല സർ. ഓക്കെ, വിസ്കോം എന്താണ്? ഇല്ല, ഇക്വേഷൻ ഉണ്ട്. സിഗ്മ, അത് ഒരുപാട് ടൈപ്പ് മോളിക്കുലർ വെയിറ്റ് ഉണ്ട്. നമ്പർ ആവറേജ്, വെയിറ്റ് ആവറേജ് എന്നൊക്കെ പറഞ്ഞിട്ട് സിഗ്മ NiMi²/സിഗ്മ Ni², അങ്ങനെയൊക്കെ ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോണ്ട. ഇത് തിയററ്റിക്കലി കണ്ടുപിടിക്കുന്നത്, നമുക്ക് എത്ര നമ്പർ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് നമുക്ക് മെക്കാനിക്കലി വിസ്കോമീറ്റേഴ്സ് ഉണ്ട്. ഉബലോഡ് വിസ്കോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഉബൽഹോഡ് സ്പെല്ലിംഗ് ഇതാണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഉബലോഡ് വിസ്കോമീറ്റർ. പിന്നെ GPC വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. GPC എന്താണെന്ന് അറിയോ? ഒരു ടൈപ്പ് ക്രോമറ്റോഗ്രഫിയാണ്. എന്ത് ടൈപ്പാ? എന്താണ് GP? ഗ്യാസ് അല്ല, ജെൽ പെർമിയേഷൻ ക്രോമറ്റോഗ്രഫി എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടാണ് പോളിമേഴ്സിന്റെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഡിറ്റർമിനിങ് ദ ഫേസ് ട്രാൻസിഷൻസ് ലൈക്ക് മെൽറ്റിംഗ് ആൻഡ് crystallization. It measures the temperature difference between a sample and a network. ഇതൊക്കെ അറിയാലോ അല്ലേ? എനിക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. ഇൻഡെപ്ത് ആയിട്ട് എന്താണെന്നുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ, now which of the following statements are correct for carbon dioxide molecule? എന്ത് ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പിയാണ് എയർ സ്പെക്ട്രോസ്കോപ്പി? എയർ സ്പെക്ട്രോസ്കോപ്പിയുടെ വൈബ്രേഷൻ. ഓക്കെ, എന്താണ് മെയിൻ റീസൺ എയർ സ്പെക്ട്രോസ്കോപ്പി നടക്കണ? റീസൺ അല്ല, മോളിക്കുലർ വൈബ്രേഷൻസ്, കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ വൈബ്രേറ്റ് എല്ലാ വൈബ്രേഷൻസും എയർ സ്പെക്ട്രം തരൂ? ഇല്ല. തരണമെങ്കിൽ എന്താ ഡൈപോൾ മൊമെന്റ് ചേഞ്ച്. ഓക്കെ, ഒന്നിലും ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം. ഇതാണ് രണ്ടുമാണ് കണ്ടീഷൻ. ഏതൊരു മോളിക്യൂളിന് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇൻ കേസ് ഇല്ലാന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം? വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഇനി ഇതിന്റെ കേസ് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ രണ്ടാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ എ, സി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.
all molecular vibrations of carbon dioxide are not IR active. ശരിയാണ്. കറക്റ്റ്. സിമെട്രിക്ക് IR ആക്റ്റീവ് അല്ല. സിമെട്രിക് ഇല്ല. ഓക്കെ, ഏതൊക്കെയാ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക കാർബൺ ഡൈ ഓക്സൈഡിന്റെ? 3n - 5. 5 എങ്ങനെ വന്നേ? ഓർഗാനിക്. I mean Linear 6 ആവാത്ത എന്തുകൊണ്ടാണ്? അത് നോൺ ലീനിയർ ആയത്. ലീനിയർ. അപ്പൊ ഇത് നോൺ ലീനിയർ. നിങ്ങൾക്ക് 2 എണ്ണം പഠിച്ചാൽ മതി. നോൺ ലീനിയറിൽ നമ്മൾ പഠിക്കുന്നത് വാട്ടർ, ഇവിടെ ലീനിയറിൽ പഠിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഇങ്ങനെയാ വരിക കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, നൗ ലീനിയർ ആണ്. ഈ n എന്താ? നമ്പർ ഓഫ് മോളിക്യൂളോ? ആറ്റം. ആറ്റം. സോ 3 × 3 9 - 5 നമുക്ക് 4 കിട്ടും. ഈ 4ൽ എന്തൊക്കെയാ വരുന്നത്? സിമെട്രിക്ക്, അസിമെട്രിക്ക്, ബെൻഡിങ്. സിമെട്രിക്ക്, അസിമെട്രിക്ക്, ബെൻഡിങ്. ബെൻഡിങ്ങിന്റെ അകത്ത് 2 എണ്ണം വരും. സിസറിനും എന്താണ്? സിസറിൻ ഔട്ട് ഓഫ് പ്ലെയിനോ? ഔട്ട് ഓഫ് പ്ലെയിൻ. ഔട്ട് ഓഫ് പ്ലെയിൻ. ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ. അതില് എന്ത് ചെയ്യില്ല, ഇതിന് പെർമനന്റ് ഡൈപോൾ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? പെർമനന്റ് ഡൈപോൾ ഇല്ല. അതിന്റെ റീസൺ എന്താ? കാരണം ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് അല്ലേ. 2 എണ്ണം വരുന്നുണ്ട്, ക്യാൻസൽ ആയി പോകും. ഓക്കെ, അതും അറിഞ്ഞിരിക്കുക. ആക്ച്വലി ഓക്സിജൻ വരുന്ന എല്ലാ സാധനങ്ങളും പോളാർ ആണ്. പക്ഷെ ഇത് രണ്ടും ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്നോണ്ടാണ് ക്യാൻസൽ ആയി പോയിട്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് ആണ് അവിടെ 0 ആവുന്നത്. ഓക്കെ, അത്രയും. ഓക്കെ, ഫൈൻ. അപ്പോ ഇതെന്ത് ചെയ്യില്ല, സിമെട്രിക് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ പോയിന്റിലും എന്ത് ചെയ്യും, ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ മൂവ് ചെയ്യുന്നോണ്ട് അവിടെ എപ്പോഴും 0 ആയിട്ടായിരിക്കും പോകുന്നത്. സിമെട്രിക്കിൽ വരത്തില്ല. ബാക്കി അസിമെട്രിക്കിൽ വരും, ബെൻഡിങ്ങില് ബാക്കി ഔട്ട് ഓഫ് ദ പ്ലെയിനിലും വരും. അപ്പൊ അത് കറക്റ്റ് ആണ്. ഒന്ന്. രണ്ടാമത്തെ 4 മോളിക്കുലർ വൈബ്രേഷൻസ് ആർ പോസിബിൾ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയല്ലേ? കറക്റ്റ്. അപ്പൊ 1 ഉം 2 ശരിയാണ്. അപ്പൊ ഏതൊക്കെ വരാം? ഇതല്ല, ഇതല്ല. അപ്പൊ 1 A അല്ലെങ്കിൽ B ആണല്ലേ. ഇനി മൂന്നാമത്തെ നോക്കിയോ. ഓൺലി 2 അബ്സോർപ്ഷൻ ബാൻഡ്സ് ആർ ഒബ്സർവ്ഡ് ഇൻ ദ എയർ സ്പെക്ട്രം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് അന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇത് 3 എണ്ണം അന്ന് കറക്റ്റ് എന്ന് പറഞ്ഞു, പക്ഷെ ഇതിന്റെ റീസൺ എന്താന്ന് ഓർക്കുന്നില്ല. 627 രണ്ടും സെയിം ആയതുകൊണ്ട് ടോട്ടൽ 627 ആണോ? 667 അല്ലേ? 67. ആ ബെൻഡിങ്ങിൽ വരുന്ന രണ്ടും ഒരേ വേവ് നമ്പറിലാണ് നടക്കുന്നത്. അന്നൊരു ഡൗട്ട് നമ്മൾ പറഞ്ഞില്ലേ, വേവ് നമ്പറും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേവ് നമ്പർ 1/λ എന്ന് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ന്യൂ ഇസ് ഈക്വൽ ടു c/λ. ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ചോദിക്കും. 1-2 ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നോക്കിയോ. ന്യൂ ഇസ് ഈക്വൽ ടു c/λ. അപ്പൊ c ഇസ് ഈക്വൽ ടു എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂ ലാംഡ എന്ന് കിട്ടും. ഇനി ലാംഡയ്ക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? ഒരു ഇക്വേഷൻ എന്ന് 1/ν ബാർ എന്ന് എഴുതാം. അപ്പൊ എനിക്ക് എന്ത് c ഇസ് ഈക്വൽ ടു ν/ν ബാർ എന്ന് വരും. മനസ്സിലായോ? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു c ഇൻറ്റു ന്യൂ. c കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ന്യൂ ബാർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ എന്ന് കിട്ടും. അപ്പൊ ഫ്രീക്വൻസിയും വേവ് നമ്പർ അതാണ് എല്ലായിടത്തും നമ്മൾ അന്ന് പഠിച്ചെടുത്തും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേവ് നമ്പർ അതാണ്. നമുക്ക് എന്താ പറയാ, സ്പെക്ട്രോസ്കോപ്പിൽ കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വേവ് നമ്പർ എടുക്കുന്നത്. അപ്പൊ അത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കുക. ക്ലിയർ ആയോ ഇത് ഈ പറഞ്ഞത്? ഈ ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ന്യൂ ഇസ് ഈക്വൽ ടു c/λ. അതുപോലെ തന്നെ e ഇസ് ഈക്വൽ ടു h ന്യൂ. ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. e ഇസ് ഈക്വൽ ടു mc². mc² നമുക്ക് ഇവിടെ സ്പെക്ട്രോസ്കോപ്പിക്ക് അത് വരത്തില്ല. ഇത്രയൊന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പൊ അതിന്റെ മൂന്നാമത്തതും ശരിയാണ്. ഓൺലി 2 അബ്സോർപ്ഷൻ ബാൻഡ്സ് ഫോം ചെയ്യത്തുള്ളൂ. കാരണം ഒന്ന് വരുന്നത് സിമെട്രിക്കിന് വരില്ല. അസിമെട്രിക്കിൽ വരുന്ന എത്രയാണെന്നറിയോ? 2000 സംതിങ് അല്ലേ? 600 ആണോ? 2349 2349 അങ്ങനെ എന്തോ ആണ്. ഓക്കെ,
സെന്റിമീറ്റർ ഇൻവേഴ്സ് ആ ഒരു വേവ് നമ്പറിലാണ് അസിമെട്രിക്കിന്റെ വരിക. ബെൻഡിങ്ങിന്റെ 2 ഏകദേശം 667 സെന്റിമീറ്റർ ഇൻവേഴ്സിലായിരിക്കും അതും വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി 1, 2 and 3 ആണ് അതിന്റെ ആൻസർ. സർ ഈ അബ്സോർപ്ഷൻ ബാൻഡ് തന്നെ എന്തായിരുന്നു, ഒന്ന് മറന്നുപോയി. ജസ്റ്റ് അബ്സോർപ്ഷൻ ബാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് ആ സ്പെക്ട്രോസ്കോപ്പിയിലെ ഇങ്ങനെ വന്നിട്ട് ഒരു പീക്ക് കിട്ടും. ഇതിനാണ് അബ്സോർപ്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അതായത് അതുവരെ ഇങ്ങനെ വെറുതെ പോയിട്ട് ആ ഒരു പർട്ടിക്കുലർ വേവ് നമ്പർ എത്തുന്ന സമയത്ത് ഒരു പീക്ക് കാണിക്കും. ആ പീക്ക് കാണിക്കുന്നത് എന്തുകൊണ്ട്? ഇവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അബ്സോർബ് ചെയ്തിട്ട് അപ്പൊ തന്നെ എമിറ്റ് ചെയ്യും. ആ ഒരു അതാണ് അബ്സോർപ്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു പീക്ക് എന്ന് ഉദ്ദേശിച്ചത് പീക്സ്. ഓക്കെ.